പൈസ കുറെ ഉണ്ട് ചൊന്ത് ഫുഡ് ബാൻ മാത്ര എടുത്തിട്ട് വെറുതെ വേസ്റ്റ് ആക്കേണ്ടുള്ളാറല്ലേ. ഫുഡ് വേസ്റ്റ് ആക്കേണ്ടതാണ് മിനിങ്ങല. എത്ര നാൾ ചോറില്ലാണ്ട് നാഷ്ട ഇല്ലാണ്ട് ചിലപ്പോ നാഷ്ടം ചോറല്ലിക്കും അത് ഒരു കറി പോലെ ഇക്കല ഉപ്പ് തന്നെ ബീത്തത് ചോറിണ്ടോണ്ടുള്ള എത്ര ആൾമാർ ഈ ദുനിയാവുള്ളാർ. ഒരാൾ സുബൈ നാഷ്ടൊക്കെ ഉണ്ടായെങ്കിൽ പിന്നെ ഉച്ചക്കില്ല, പിന്നെ ജാവുക എത്തിക്കും. ഒരാൾ ജാവുക തിന്നുണ്ടായെങ്കിൽ ഉച്ച സുബൈക്കിക്കല. അങ്ങനത്തെ കഷ്ടത്തിലുള്ള എത്രമാ ആൾ ഈ ദുനിയാവിൽ ഇക്കുമ്പോ വെറുതെയില്ലാണ്ട് ചോറ് കുറെ എടുത്തിട്ട് അതിൽ പാതി ഇസ്രഫാക്കിത്ത് കുറെ തണ്ണീരും ഇസ്രഫാക്കിത്ത് എത്ര ആളുള്ളവർ തണ്ണിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചോണ്ട്. അതുകൊണ്ട് തണ്ണിയായെങ്കും സർബത്തായെങ്കും ചോറായെങ്കും നാഷ്ടായെങ്കും ഏതായെങ്കും ഇസ്രഫാക്കണ്ട. അതൊരു വില ഗൊന്തവണുണ്ടായെങ്കിൽ ഒരു നാൾ അതെല്ലാം ഇല്ലാണ്ടാവണം. നമുക്ക് ഇപ്പൊ നോമ്പ് പിടിച്ചെന്ന് നോക്കൊരു ഒരു മകരിപ്പത്തോടെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് തണ്ണി കിട്ടിയ മയോത്ത്, ഒരു ഗ്ലാസ് തണ്ണി, ചോറ് വേണ്ട, ഒരു ഗ്ലാസ് തണ്ണി കിട്ടിയ മയോത്തിന്റെ കാത്തോണ്ടിക്കില്ലേ മകരിപ്പത്തോലെ നിങ്ങൾക്ക് സഹിച്ചു തേക്കുക കൂടെ. അപ്പൊ എല്ലാ നാളും നോമ്പ് പിടിച്ചങ്ങളെ പോലെ സഹിച്ചോണ്ടുള്ള ആൾമാരെ തെല്ല് തിങ്കാക്കി നോക്കറ്. അതുകൊണ്ട് ഞാൻ ചൊന്നോണ്ടുള്ളേ ഫുഡ് വേസ്റ്റ് ആക്കണ്ട. ഒരു കിടവർ നോക്കറ്, നിങ്ങൾ ഒരു ഫുഡ് വേനത്ത് ഗാഡിയുടെ ബാക്കിൽ ഓടിയോ വന്നോണ്ട് ബട്ട് ഫുഡ് കാലിയായി കൊടുക്കുക ഫുഡ് ഇല്ല. എല്ലാവർക്കും ഹംസ ബേച്ചത് ഫുഡ് കാലിയായിത്താൽ പിന്നെ ഗാഡി പോകുമ്പോ അതിന്റെ പേരോൾ നമുക്ക് ഫുഡ് വേണോണ്ട് ചൊന്ത് ഓടിയോണ്ട് പണ്ട ആ കിടവർ നിങ്ങൾക്ക് കാണില്ലേ. എത്ര ബൈസന്മാരിങ്ങനെ പ്ലേറ്റ് കാട്ടിത്ത് ഒരു നേരത്തെ ചോറ് വേനത്ത് പ്ലേറ്റ് നീട്ട് കാട്ടിയുള്ളാർ. അതെല്ലാം നിങ്ങൾക്ക് കാണില്ലേ, വീഡിയോയിലെല്ലാം കുറെ കണ്ടോണ്ടിരിക്കാറല്ലേ. പിന്നെ എന്ത് ഇസ്രാഫ് ആക്കണ്ട നിങ്ങളെ. ചിലപ്പോ ആ ഇസ്രാഫ് ഒരു പേരിലെത്തിക്കൂ, നിങ്ങളെ ലൈഫ് നാശാവും. ചോറിന്റെ ശാപനങ്ങിക്കൂ. അതുകൊണ്ട് അള്ളാഹു തആല ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. ഇസ്രാഫ് ആക്കാണ്ട് നല്ല, അതായത് ഇസ്ലാം ദീൻ ഞങ്ങളുടെ എങ്ങനെ പടിപാട്ടിരമ അതേ തെരുള്ള നല്ല ശീലയിൽ പോകുക അള്ളാഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.